ട്രാവലിംഗ് ഹാക്സ് ആണേ. ഇത് നോക്കിക്കോണേ. ഇതിനകത്ത് മുഴുവൻ എൻ്റെ ഡ്രസ്സ് തേച്ച് മടക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു തുണിക്കും ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തും. ഇതുപോലത്തെ ബാഗുണ്ട്, ഇഷ്ടംമാതിരി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിനകത്ത് എൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടവലുകൾ ഇഷ്ടംമാതിരി വേണ്ടി വരും കേട്ടോ. ടവലെന്ന് പറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ടവല് എനിക്ക് മസ്റ്റാണ്. അപ്പം ചെറിയ അതിങ്ങനെ സൈഡിലോട്ട് വെക്കാം. ഇതേ ഇവിടെ ഇരുന്നോളും, എടുക്കുക, തിരിച്ച് വെക്കുക. മൊത്തം അണ്ടർ ഗാർമെൻറ്റ്സ് ആൻഡ് എല്ലാം ഇവിടെ ഒരുമിച്ച് അങ്ങ് വെക്കും. ഇതും ഇതുപോലെ നമുക്ക് സൈഡിലോട്ടങ്ങ് വെച്ചാൽ മതി. ഈ സൈഡിലോട്ടങ്ങ് വെച്ചു കറക്റ്റായിട്ടിരുന്നു. എൻ്റെ കൂളിംഗ് ഗ്ലാസ്, എൻ്റെ 2 സ്ലേഡ്, ഈ തലയിലിടുന്ന സ്ലേഡുകൾ, പിന്നെ ഒരു ടവൽ അങ്ങനെ എക്സ്ട്രാ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഇതുപോലത്തെ ബാഗൊക്കെ കാണുമ്പോൾ ഞാനങ്ങ് വാങ്ങിക്കും കേട്ടോ. ഇനിയുണ്ട് എൻ്റെ കയ്യിൽ. ഇതേ അത് ഈ സൈഡിലോട്ടങ്ങ് വെച്ചു. ഇത് ഫുൾ മെഡിസിൻസാണ്. ഇതേ അമോക്സിലിൻ ഒരു സെറ്റ് കരുതുന്നത് എപ്പോഴും നല്ലതാണ്. അന്ന് അവിടെ ചെന്ന് തപ്പിപ്പിടിക്കാൻ പാടായിരിക്കും. എപ്പോഴും ഞങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ അമോക്സിലിൻ ഒരെണ്ണം വെക്കാറുണ്ട്. പിന്നെ പലതരം ഗുളികകളാണ്. ഇതിനകത്ത് മൊത്തം മാസ്കാണ്. മാസ്ക് വെച്ചേക്കുക. ഇപ്രാവശ്യം മാസ്ക് നിർബന്ധമായിട്ട് മാസ്കും കൊണ്ടുപോകേണ്ടിയുണ്ട്. മാസ്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ മാസ്ക് ഇല്ലെങ്കിലേ ഇതൊന്നും നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ പാടാണ്. കുത്തി ഇളകി മറിഞ്ഞായിരിക്കും പൊട്ടി നമുക്ക് കിട്ടുന്നത്. ഇതാകുമ്പം ഭയങ്കര ഈസിയാണ്. ഞാനിത് എത്ര കാലമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, കുറച്ച് നാളുകളായിട്ട്. ഇത് പിന്നെ ഒരു ഫോൾഡിങ് ബാഗാണ്. ഇനി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഷോപ്പിങ്ങിനോ എല്ലാം പോവുകയാണെങ്കിൽ ഇതെടുത്ത് കൈ പിടിക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബാഗ് കൈ പിടിച്ച് കൊണ്ടുവരുമ്പോഴൊക്കെ നമുക്ക് കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഇതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത്. ഇനി ഒരു ചെറിയ ബാഗും കൂടെ വെക്കാനുണ്ട്. ഇതുപോലെ ഒരു ചെറിയ ബാഗും കൂടെയാണ്. അതിനകത്ത് ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കും. അതും ഇതുപോലെ തന്നെ അങ്ങ് വെക്കുന്നത്. മറ്റേ ഇത് വെക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് അത് ചെറിയൊരു ക്രീം എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ ഒരു പ്രിങ്കിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കൊണ്ടുവന്നൊരു സാധനമാണ്. അടുത്ത ഫാൻ, 2 പേർക്കും ഒരേ ഫാനുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ചിലപ്പോൾ ചോറ് കഴിക്കണം തോന്നും. അപ്പം ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ബീഫ് കൊണ്ടാണ് ഞങ്ങളുടെ പാക്കിങ്. അതിൻ്റെ 2 പേരും ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് മറ്റേ പെട്ടി. അപ്പം എല്ലാവരുടെയും ഇങ്ങനെ എടുക്കുക, ഇതെല്ലാം എന്നിട്ട് തിരിച്ചും വെക്കാം. പാക്ക് ചെയ്തത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര